എങ്ങനെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ വെറുതെ ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ ശ്രീമഹേശ്വരനോട് പറഞ്ഞോണ്ടിരുന്നതാ. ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഗംഗയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാം. മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടെന്ന് ഗംഗ പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല മഹേട്ടാ. എന്താ സാർ? മിസ്റ്റർ മഹേഷ്, നിങ്ങളുടെ കുഞ്ഞിനെ കുട്ടിയുടെ അമ്മ വീട്ടുകാർക്ക് വിട്ടു നൽകാനുള്ള കോർട്ട് ഓർഡറാണിത്. നിങ്ങളുടെയും പുതിയ ഭാര്യയുടെയും കൂടെ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമല്ലെന്നും കുഞ്ഞിന് ജീവൻ ആപത്തുണ്ടെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു നുണ ഉണ്ടാക്കി അത് കോടതിയിൽ ബോധിപ്പിച്ച് ഒരു ഓർഡർ വാങ്ങി വന്നാ അതനുസരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ദയവേത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത്. മാളു വീണതിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അതിന്റെ കൂടെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാളുവിനെ കൊണ്ടുപോയാ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. അത് പറയാൻ നീ കുഞ്ഞിന്റെ ആരാടി? ഞാൻ മാളുവിന്റെ മുത്തശ്ശിയും എന്റെ മോ മാളുവിന്റെ അമ്മാവനുമാ. മാഹിക്ക് അച്ഛന്റെ സ്ഥാനം ഉള്ളതുകൊണ്ട് അവൻ പറയുന്നത് കേട്ടോണ്ട് നിന്നു വരും. ആരും അല്ലാതെ വീട്ടില് വേലയ്ക്ക് വന്നവള് ഞങ്ങളെ ഭരിക്കാൻ വന്നാൽ ഞങ്ങളത് കേട്ടു നിൽക്കില്ല. നമ്മൾ എന്തിനാ അമ്മ ഇവരോട് സംസാരിക്കാൻ നിൽക്കുന്നേ? കുഞ്ഞിനെടുക്കുന്നു, നമ്മൾ പോകുന്നു. അതിനുള്ള ധൈര്യം അവര് കോർട്ട് ഓർഡറുമായിട്ടാ വന്നിരിക്കുന്നത്. അവരെ തടഞ്ഞ കോടതി ലക്ഷ്യമാവും. അവർക്ക് കുഞ്ഞിനെ കൊടുക്കാനാണ് നിർദ്ദേശം. തൽക്കാലം നിങ്ങളത് അനുസരിച്ചേ പറ്റൂ. ഞാൻ ഇവിടെ എങ്ങോട്ടും വരില്ല. മാളു വന്നേ പറ്റൂ. ഇനി മോളിവിടെ നിന്നാ ഇവള് നിന്നെ അടുത്ത പാതാള കിണറ്റിൽ എറിഞ്ഞു കൊല്ലും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. മാളുവിനെ കൊണ്ടുപോകരുത്. ഇതില് ഞാൻ ഇടപെട്ട അതിന്റെ കുറ്റമെല്ലാം മഹേട്ടന്റെയും ഗംഗയുടെയും തലയിൽ വരും. പിന്നെ മാളുവിനെ തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാവും. എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായല്ലോ. എന്തിനമ്മ നോക്കി നിൽക്കുന്ന? കുഞ്ഞിനെടുക്ക്. നമുക്കൊന്നും ചെയ്യാനാവില്ല. മോളെ എനിക്ക് വേണം. മോളെ മോളെ ആളു മോളെ ആളു മാളു നമ്മുടെ മാളു